മയ്യത്ത് കാണുമ്പോൾ സത്യം പിടിക്കുമ്പോൾ ഹൃദയം പൊട്ടിപ്പോയി. ഒരു കുടുംബത്തിനും ഒരു ഫാമിലിക്കും ഇതുപോലുള്ളൊരു എക്സ്ട്രീം പരീക്ഷണമായി പോയി. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ ആഴ്ച നടന്ന ഒരു ആക്സിഡന്റും അതിൽ കുഞ്ഞുങ്ങളുടെ മരണവും എല്ലാം നമ്മൾ കണ്ടതാണ്. അതുമാത്രവുമല്ല, ആ കബറടക്ക സമയത്ത് അച്ഛനെ, അതായത് കുട്ടികളുടെ അച്ഛനെ കൊണ്ടുവന്നതും വീൽ ചെയറിലാണ് അദ്ദേഹത്തെ കൊണ്ടുവന്നത്. അദ്ദേഹം ആ ഒരു കബറടക്ക സമയത്തൊക്കെ അദ്ദേഹം അങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ചങ്ക് പൊട്ടിപ്പോവും. അങ്ങനെയുള്ളൊരു നിൽപ്പായിരുന്നു. അതായത് ആ മനുഷ്യനൊന്ന് പൊട്ടിക്കരഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് നമ്മൾ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്. ആ മനുഷ്യൻ്റെ ആ നിൽപ്പ് കാണുമ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഭയങ്കരമായിട്ടുള്ളൊരു ഇതാണ്. എന്താണെന്ന് വെച്ചാൽ മക്കളുടെ മൃതദേഹത്തിൻ്റെ അവിടെ ഇങ്ങനെ ആ ഒരു വീൽ ചെയറിലിരിക്കുന്ന ഒരു അവസ്ഥ ഒരു മനുഷ്യനും അതുപോലെ ഉണ്ടാകരുത്. ഒരു മനുഷ്യനും അങ്ങനെയുള്ളൊരു എന്താ പറയേണ്ടത്, ഒരു കാഴ്ച കാണാനുള്ള ഗതി ഉണ്ടാകരുത് എന്നേ എനിക്ക് പറയാനുള്ളൂ. പക്ഷെ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ബെന്നി എന്ന് പറയുന്ന ഒരുത്തൻ, തോമസ് ബെന്നി എന്നാണ് അവൻ്റെ പേര്, അവൻ ഇതുപോലൊരു കമൻ്റ് ഇട്ടിരുന്നു. അതിനെതിരെ നമ്മളെല്ലാവരും പ്രതികരിച്ചിരുന്നു. അതായത് പന്നി വെറ്റ് കൂട്ടുന്നത് പോലെയല്ലേ ഒരു മതക്കാർ, അതായത് ഹിന്ദുക്കളായാലോ മുസ്ലിങ്ങളായാലോ ക്രിസ്ത്യാനികളായാലോ ഒരാൾ പോലും ആ ഒരു മരണത്തിൽ ആ ഒരു സങ്കടം തന്നെയാണ് എല്ലാവർക്കും. പക്ഷേ ഇങ്ങനെയുള്ള ചില ടീമുകളുണ്ട്. എന്താണെന്ന് വെച്ചാൽ മനുഷ്യൻ്റെ വികാരത്തിന് എതിരായിട്ട്, അതായത് പിശാചിൻ്റെ ജന്മം എന്നൊക്കെ പറയില്ലേ, മനുഷ്യ വികാരത്തിനോ അല്ലെങ്കിൽ മനുഷ്യരെ എങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ തനിക്ക് താനും തൻ്റെ കുടുംബവും തൻ്റെ മക്കളും മാത്രം മതി, വേറൊരു മനുഷ്യന്മാർ വേണ്ട, താനും തൻ്റെ ഭാര്യയും തൻ്റെ മക്കളും സുഖമായിട്ടിരിക്കണം, അവർ മാത്രമേ എനിക്ക് വേണ്ടൂ, ബാക്കിയുള്ളവരൊക്കെ എന്ന് പറഞ്ഞാൽ നികൃഷ്ട ജീവികളാണ്, അവറ്റകളൊക്കെ ചത്തൊടുങ്ങണം എന്ന് വിചാരിക്കുന്ന മനുഷ്യ മനസ്സാണ് ഈ ഒരു പഹ്യൻ്റെ എന്ന് ഞാൻ പറയുള്ളൂ. അപ്പൊ അവനെ റിയാദിലാണ് ജോലി ചെയ്യുന്നത്, അവനെ അറസ്റ്റ് ചെയ്തു എന്നൊക്കെയാണ് നമ്മൾ കേട്ട വാർത്ത. പക്ഷെ ഇപ്പോഴും പുറത്തു വരുന്ന ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അവന്റെ കളിയായിരുന്നു. അതായത് അവന്റെ കളിയാണ്. ഞാൻ ഇവിടെ നിന്ന് ഈ പോസ്റ്റ് ഇട്ടു, എന്നെ റിയാദ് പോലീസ് അറസ്റ്റ് ചെയ്തു എന്നൊക്കെയുള്ളത് അവന്റെ കളി തന്നെയാണ്. അവൻ അവിടെയല്ല. അവനൊക്കെ മനഃപൂർവ്വം, അവൻ്റെ കൂടെയുള്ളവരും അവനും കൂടിയിട്ട് മനഃപൂർവ്വം ചെയ്ത ഒരു സംഭവമാണിത്. അവൻ യൂറോപ്പ് രാജ്യത്താണുള്ളത്, അവൻ UK-യിലാണ്. എന്നെയൊന്നും നിനക്കൊരു ചുക്കും ചെയ്യാൻ കഴിയില്ലടാ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടടാ, എൻ്റെ ഒരു ജോലിയും പോയിട്ടില്ല. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതായത് സൗദി അറേബ്യയിൽ നിന്നിട്ട് ഒരുത്തൻ ഇതുപോലെ കമൻ്റ് ഇടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. എന്നാലും ഇവർ റിയാദിൽ ജോലി ചെയ്തവനാണെന്നാണ് പറയുന്നത്. അതായത് ഈ വികലമായ, ഈ ക്യാൻസർ ബാധിച്ച ഈ മനസ്സുകൊണ്ട് ഇവൻ എങ്ങനെയാണ് റിയാദിൽ ജോലി ചെയ്തത്? അപ്പം ഇവൻ ജോലി ചെയ്യുന്ന സമയത്ത് ഇവൻ എന്തൊക്കെ കാട്ടിക്കൂട്ടിയിട്ടുണ്ടാകും, എത്ര പേരെ ഇവൻ ദ്രോഹിച്ചിട്ടുണ്ടാകും. അതുമാത്രമല്ല, ഇവൻ എത്രമാത്രം വർഗീയവാദിയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. റിയാദ് പോലെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ എവിടെ പോയി കഴിഞ്ഞാലും നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ യാതൊരു വർഗീയതയോ അല്ലെങ്കിൽ ഒന്നുമില്ലാതെ, ഒരു രാജ്യത്തിൻ്റെ ഇതുപോലും ഇല്ലാതെ ഞങ്ങൾ എല്ലാവരും ഒന്നാണ് എന്നുള്ള തരത്തിലാണ് അവിടെ ഇപ്പോഴും നമുക്ക് എല്ലാവരും ഉണ്ട്. നമ്മൾ ഇവിടെ ജീവിക്കുന്ന പോലെയല്ല, അവിടെ എല്ലാവരും നമുക്കുണ്ട്. അപ്പൊ അങ്ങനെ ജീവിക്കുന്ന ഒരു സ്ഥലത്ത് ഇവനിപ്പോ സൗദി അറേബ്യയിലല്ല, വേറെ എവിടെയാണെങ്കിലും ശരി, ഇവൻ ഈ കമന്റ് ചെയ്യുമ്പോൾ ഇവന് യാതൊരു കുറ്റബോധവും ഉണ്ടായില്ല എന്നുള്ളതാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, നമ്മുടെ മക്കളെ പോലെ തന്നെ എന്താ വെച്ചാൽ നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ, ആ ഒരു വിഷമം കാണുമ്പോൾ, ഇങ്ങനെ ഇതൊക്കെ കാണുമ്പോൾ ആർക്കായാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇതുണ്ടാകും, ഒരു വേദന, ഒരു ഹൃദയത്തിൽ നിന്നൊരു പിടപ്പുണ്ടാകും. പക്ഷെ ആ പിടപ്പ് പോലും ഇല്ലാതെ ഇവനൊക്കെ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇവനെ തോണ്ടുന്ന അതിൻ്റെ അകത്ത് കെട്ടിയിട്ട് ഈ കമൻ്റ് ഇടാൻ കഴിഞ്ഞു എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. അപ്പം അവൻ്റെ മനസ്സിൻ്റെ ആ ഒരു ഇത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, കാഠിന്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എത്രമാത്രം വിഷജീവിയാണ് അവൻ. അവൻ എവിടെയാണെങ്കിലും ശരി, അവൻ എത്രമാത്രം വിഷജീവിയാണ്. അവൻ്റെ കയ്യിൽ നിന്നും ഒരു ഗ്ലാസ് വെള്ളം പോലും ഒരാൾ വാങ്ങിച്ച് കുടിക്കരുതെന്നേ ഞാൻ പറയുള്ളൂ. കാരണം എന്താ വെച്ചാൽ അതുപോലും നമുക്ക് വിശ്വസിച്ച് കുടിക്കാൻ കഴിയില്ല. അവൻ അതിൻ്റെ അകത്തും എന്തെങ്കിലും ചേർത്ത് നമുക്ക് തരും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് പ്രിയപ്പെട്ട UK-യിലുള്ള മലയാളികളോടാണ്. ഇവൻ എവിടെയെങ്കിലും വെച്ച് കാണുകയാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇവരെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവരിക തന്നെ വേണം. അതായത് ഇവനാണ് ആ കമൻ്റ് ഇട്ടവൻ. എങ്ങനെ ഇവന് കമൻ്റ് ഇടാൻ തോന്നിയെന്ന് എനിക്കറിയില്ല കേട്ടോ. അതായത് അവനെ ഒരിക്കലും, കാരണം അവനും ഒരു പിന്നെന്താ പറയുക, അമ്മയുടെ വയറ്റിൽ നിന്നും വന്നവരാണെന്ന് പറയുന്നു. പക്ഷെ ഇപ്പോഴും ഞാൻ പറയുകയാണ്, ഇവൻ്റെ തന്തയും തള്ളയും വളരെയധികം ദ്രോഹികൾ തന്നെയാണ്. ആ തന്തയും തള്ളയും കാരണമാണ് ഇതുപോലൊരു ചെകുത്താൻ ഭൂമിയിലേക്ക് പറന്നു വീണത്. അവരില്ലായിരുന്നുവെങ്കിൽ, അവരൊരിക്കലും അങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഇവനെ പോലെയുള്ള ചെകുത്താൻ ഒരിക്കലും പിന്നെ ഭൂമിയിൽ വരില്ലായിരുന്നു. അപ്പൊ ആ തന്തയും തള്ളയുമാണ് ഇതിന് കാരണക്കാരെന്നേ ഞാൻ പറയുള്ളൂ. അതുകൊണ്ട് ഇവനെക്കാട്ടിയും കുറ്റം എന്ന് പറഞ്ഞാൽ തന്തയും തള്ളക്കുമാണ്. നിങ്ങൾ ഇനി എല്ലാവരും പറയും തന്തയും തള്ളയും എന്ത് ചെയ്യാനാണ്,
തന്തയും തള്ളയും എന്ത് ചെയ്യാനാണ്? അവരറിഞ്ഞുകൊണ്ടാണോ? അവരറിഞ്ഞുകൊണ്ടല്ലെങ്കിലും അവരറിഞ്ഞുകൊണ്ടാണ് ഇവനെ പിന്നെ എന്താ ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടതെന്ന് ഞാൻ പറയുള്ളൂ. ഇവനെ കണ്ടാൽ അറിയില്ല ഇവൻ അങ്ങനെ ഒരു വ്യക്തിയാണെന്ന്. ഏതായാലും ഇതുപോലെ ചിന്തിക്കുന്ന കുറെ എണ്ണം നമ്മുടെ നാട്ടിലുണ്ട്, നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഒരു ദിവസം നീയും കരയുന്ന ഒരു ദിവസം വരും. ഇപ്പോൾ ഈ ബെന്നി എന്ന് പറയുന്നവന് ഒരു ദിവസം അവൻ കരയുന്ന ദിവസം വരും. പക്ഷെ അവന് എനിക്ക് തോന്നുന്നില്ല അവന് അതിലൊരു സങ്കടം ഉണ്ടാകുമെന്ന്. കാരണം ഇതുപോലെ കല്ലുള്ള മനസ്സെന്ന് പറഞ്ഞാൽ ഒരാളോട് പോലും സ്നേഹം ഉണ്ടാവില്ല, സ്വന്തം മക്കളോട് ചിലപ്പോൾ സ്നേഹം ഉണ്ടാവില്ല, സ്വന്തം ഭാര്യയോട് സ്നേഹം ഉണ്ടാവില്ല, സമൂഹത്തിനോട് തീരെ ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള ഒരു നാലാം കിടക്കാരൻ തന്നെയാണ് ഈ ബെന്നി എന്ന് പറയുന്നവൻ. അതാണ് അവൻ്റെ സ്വഭാവം, ഇതാണ് ഇവൻ്റെ ശരിക്കുള്ള എന്ന് പറഞ്ഞ യഥാർത്ഥ മുഖം. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ഇങ്ങനെ ഏതെങ്കിലും ഒരു രാജ്യത്തിരുന്നിട്ട് മറ്റുള്ള ആ ഒരു സങ്കടത്തിൽ പങ്കുചേരാതെ ഇതുപോലെ കമൻ്റ് ഇട്ട് ഉല്ലസിക്കുന്ന ഇവനെയൊക്കെ എന്ന് പറഞ്ഞ് ഇവനൊക്കെ ഭൂമിക്ക് ഭാരമാണ്. അവിടെയുള്ള അധികാരികളെങ്കിലും ഇവനെതിരെ കേസെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവൻ്റെ ധൈര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വേറൊരു രാജ്യത്താണ്, ഇവിടെ എൻ്റെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. ആ ഒരു ധൈര്യത്തിൽ തന്നെയാണ് ഇവൻ പല കമൻറ്റുകളും ഇടുന്നത്. അതുമാത്രമല്ല ഇവൻ ഇനിയും കമൻറ്റുകൾ ഇടും. ഇവൻ വെല്ലുവിളിക്കുകയാണ്, എടാ എന്നെ ഒന്നും ചെയ്തിട്ടില്ല, എല്ലാവരെയും വെല്ലുവിളിക്കുകയാണ് ഇവൻ. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇവൻ ക്രിസ്ത്യാനിയാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് നല്ലവരായ ക്രിസ്ത്യൻ സുഹൃത്തുക്കൾ ഒരുപാടുള്ളതാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഞാൻ ഇവനെ ക്രിസ്ത്യാനിയാണെന്ന് പറയത്തില്ല. ഇവൻ പിശാചാണ്, ഇവൻ ചെകുത്താനാണ്. ശരിക്കും പറഞ്ഞാൽ മനുഷ്യകുലത്തിന് അപമാനമാണ് ഇവൻ. അങ്ങനെയുള്ള ഒരു ചങ്ങാതിയാണ് ഇവനാണ് ഈ ചങ്ങായിയാണ് ഈ ബെന്നി എന്ന് പറയുന്നവൻ. അവൻ്റെ ആ ഒരു വൃത്തികെട്ട മുഖം, അവൻ്റെ ആ ഒരു വൃത്തികെട്ട മനസ്സ്, വൃത്തികെട്ട ചിന്താഗതി, എന്തൊരു ക്രൂരമായ ഒരു അവസ്ഥയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആ അമ്മയും അതുപോലെ ആ ബാപ്പയും അവരെയൊക്കെ കാണുമ്പോഴേ നമുക്കെല്ലാവർക്കും അറിയാം അപകടം ഏത് സമയത്തും നമ്മളെ തേടിയെത്തും. അതുപോലെ തന്നെ അങ്ങനെയൊക്കെ ഉണ്ടാകും. പക്ഷേ ഇതൊരു ഭയങ്കരമായിട്ടുള്ള പരീക്ഷണമായി പോയി. ഇതൊരു ഒരു വല്ലാത്ത പിടിച്ച അപകടമായി പോയി. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആ കുട്ടികൾ, അതായത് അതുവരെ കളിച്ച് ചിരിച്ച് നടന്ന, കളിച്ച് ചിരിച്ച് ഉല്ലസിച്ച് നടന്ന ആ കുഞ്ഞുങ്ങൾ, അതാണ് ആ ഒരു അച്ഛൻ്റെയും അമ്മയുടെ ദുഃഖം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമ്മൾ സമാധാനിപ്പിക്കുക, അല്ലാതെ ഇതുപോലെയുള്ള വ്രണപ്പെടുത്തുന്ന ചില കമൻറ്റുകളിട്ട് എങ്ങനെയാണ് അവന് തോന്നിയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതുപോലെയുള്ള മനുഷ്യന്മാർ ഉണ്ടാകൂടെ? ഇതുപോലെ ഇവൻ്റെ ഭാര്യയും മക്കളും ഇവൻ്റെ കൂടെ ഉണ്ടോ ഇപ്പോഴും? ആ ഭാര്യയും മക്കളും ഇവൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഇനി സൂക്ഷിച്ചോ. കാരണം എന്താ വെച്ചാൽ ഇവൻ ആൾ ശരിയല്ല. ഇവൻ ഏത് നിമിഷവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെയും വകവരുത്തുന്ന എനിക്ക് പറയാനുള്ളൂ. അത്രയും വൃത്തികെട്ട മനസ്സിന് ഉടമയാണിവൻ. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഇവനൊരു നല്ല വ്യക്തിയല്ല. ഒരു നല്ല വ്യക്തിയാണെങ്കിൽ ഇവന് ചെയ്യാൻ കഴിയില്ല. ഇവൻ അത്രയും വൃത്തികെട്ട മൈൻഡുള്ള ഒരുത്തൻ തന്നെയാണ്. നമുക്ക് തന്നെ പുച്ഛം തോന്നുകയാണ്. ഇവനെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ വളരെയധികം സന്തോഷം ഉണ്ടായിരുന്നു. പക്ഷേ അതും ഇവൻ്റെ ഒരു കളി തന്നെയായിരുന്നു. അതായത് എന്നെ അറസ്റ്റ് ചെയ്തു എന്നാക്ക്, ഞാൻ ഇവിടുന്ന് കമൻറ്റ് ചെയ്തു എന്നാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ കുറച്ച് ആൾക്കാർ ചേർന്നിട്ട് കളിച്ചൊരു നാടകമായിരുന്നു ഇത്, നമ്മുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ തന്നെ എനിക്ക് സംശയമുണ്ട്. കാരണം ഇത് ഏത് പത്രമാധ്യമങ്ങളിലും വന്നിട്ടില്ല. എന്ത് വാർത്തയുണ്ടെങ്കിലും നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ചില ഗൾഫ് മാധ്യമങ്ങളിലൊക്കെ വരുന്നതാണ്. പക്ഷേ ഈ ഒരു വാർത്ത വന്നിട്ടില്ല. ഏതായാലും ഇവനെ പോലെ കമൻറ്റ് ഇടുന്ന ഒരുപാട് നാറികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്, ഒരെണ്ണത്തിനെ പോലും. നന്ദി, നമസ്കാരം.